കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ നീക്കവുമായി റെയിൽവേ. ജൂലൈ 1 മുതൽ കേരളത്തിലെ 49 എക്സ്പ്രസ് ട്രെയിനുകൾ പാസഞ്ചറായി മാറും. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയ പാസഞ്ചർ ട്രെയിനുകളാണ് തിരികെ വരുന്നത്. കോവിഡ് കാലത്ത് ആൾക്കൂട്ടവും തിരക്കും നിയന്ത്രിക്കുന്നതിനായാണ് പാസഞ്ചർ ട്രെയിനുകളെ അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയത്. ദക്ഷിണ റെയിൽവേ ഉൾപ്പെടെ വിവിധ റെയിൽവേ സോണുകൾക്ക് കീഴിൽ വരുന്നതും കേരളത്തിൽ സർവീസ് നടത്തുന്നതുമായ 49 സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളാണ് ജൂലൈ 1 മുതൽ വീണ്ടും സാധാരണ 2ാം ക്ലാസ് പാസഞ്ചർ വിഭാഗത്തിലേക്ക് മാറ്റാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് 50 ദിവസം മുമ്പ് ഔദ്യോഗിക അറിയിപ്പില്ലാതെ ഈ വർഷം മാർച്ചിൽ ഈ ട്രെയിനുകളുടെ മിനിമം നിരക്ക് 30 രൂപയിൽ നിന്നും 10 രൂപയായി കുറച്ചത് ഇനി സ്ഥിരമായിരിക്കും. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം യാത്രാ നിരക്ക് 10 രൂപയായി കുറയും. എന്നാൽ 1 നമ്പർ ആരംഭിക്കുന്ന പാസഞ്ചറുകളെ എക്സ്പ്രസുകളാക്കി നിലനിർത്തി ഇപ്പോഴും അവയിൽ മിനിമം നിരക്ക് 30 രൂപയാണ് ഈടാക്കി വരുന്നത്. പുതിയ മാറ്റങ്ങളെ തുടർന്ന് റെയിൽവേയുടെ UTS ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓർഡിനറി വിഭാഗം എന്ന ഓപ്ഷൻ വന്നു. ഇതിൽ കുറഞ്ഞ നിരക്ക് 10 രൂപയാണ് കാണിക്കുന്നത്. 10 രൂപയ്ക്ക് 45 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. അടുത്ത 25 കിലോമീറ്ററിന് 5 രൂപ വർദ്ധിക്കും. തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലോടുന്ന പാസഞ്ചർ ട്രെയിനുകൾ കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം 2020 മാർച്ചിലാണ് എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയത്. പാസഞ്ചറുകളുടെ നമ്പറുകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ യാത്രാ നിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് സൂചനകളൊന്നുമില്ലെങ്കിലും നിരക്കുകൾ പഴയപടിയിലേക്ക് കുറയ്ക്കും എന്നാണ് കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇതുകൂടാതെ ദക്ഷിണ റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിനുകൾക്ക് കോവിഡ് കാലത്തിന് മുൻപുള്ള നമ്പർ തിരിച്ചുവരികയാണ്. ഇപ്പോൾ 0 തുടങ്ങുന്ന നമ്പറുകളെല്ലാം വീണ്ടും 5, 6, 7 എന്നീ നമ്പറുകളിലാകും. ഈ മാറ്റവും ജൂലൈ 1 മുതൽ നിലവിൽ വരും. ഇനി മുതൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ നമ്പർ കൊടുത്താൽ മാത്രമേ ട്രെയിനുകളുടെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എറണാകുളം ജംഗ്ഷൻ കോട്ടയം, കോട്ടയം എറണാകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ നാഗർകോവിൽ ജംഗ്ഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ, ആലപ്പുഴ കൊല്ലം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ, തിരുവനന്തപുരം സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ, കൊച്ചുവേളി നാഗർകോവിൽ ജംഗ്ഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ കൊച്ചുവേളി, കോട്ടയം കൊല്ലം ജംഗ്ഷൻ, ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ കൊച്ചുവേളി, കൊച്ചുവേളി നാഗർകോവിൽ ജംഗ്ഷൻ, ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ ഗുരുവായൂർ, ഗുരുവായൂർ തൃശൂർ, തൃശൂർ ഗുരുവായൂർ, ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ ഗുരുവായൂർ, എറണാകുളം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ, നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ്, കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ തൃശൂർ, കോഴിക്കോട് ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട്, കോയമ്പത്തൂർ ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ നിലമ്പൂർ റോഡ്, നിലമ്പൂർ റോഡ് പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ്, നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ്, നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡ്, നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ, കോഴിക്കോട് കണ്ണൂർ, കണ്ണൂർ ചെറുവത്തൂർ, ചെറുവത്തൂർ മാംഗ്ലൂർ സെൻട്രൽ, തൃശൂർ ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷൻ തൃശൂർ, പുനലൂർ നാഗർകോവിൽ ജംഗ്ഷൻ, കന്യാകുമാരി പുനലൂർ, കണ്ണൂർ മാംഗ്ലൂർ സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ കണ്ണൂർ എന്നിങ്ങനെയാണ് ജൂലൈ 1 മുതൽ ട്രെയിനുകളുടെ നമ്പറുകൾ മാറുന്നത്. ജൂലൈ 1 മുതൽ ഈ നമ്പറുകൾ സെർച്ച് ചെയ്താൽ മാത്രമേ ട്രെയിനുകളുടെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ.